കാരണം റിസൾട്ടിൽ മാത്രമല്ല സന്തോഷിക്കേണ്ടത് എന്നുള്ളത് ഗ്രോത്ത് മൈൻഡ് സെറ്റിലുള്ള ആൾക്കാർക്ക് അറിയാം. ഗ്രോത്ത് മൈൻഡ് സെറ്റിലുള്ള ആൾക്കാർ പെർഫെക്ഷനിൽ ഫോക്കസ് കൊടുക്കുന്നതിന് പകരം ഗ്രോത്തിലാണ് ഫോക്കസ് കൊടുക്കുക. പെർഫെക്ഷൻ ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ എല്ലാം എങ്ങനെയെങ്കിലും ചെയ്തു കൂട്ടാമെന്നാണോ? ഒരിക്കലും അല്ല. അങ്ങനെ വിശ്വസിക്കേണ്ടതുമില്ല. പെർഫെക്ഷൻ ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ തിങ്കളാഴ്ച തുടങ്ങാം, അടുത്ത മാസം തുടങ്ങാം, നാളെ രാത്രി തുടങ്ങാം, അല്ലെങ്കിൽ ഇന്ന ദിവസമാണ് നല്ല ദിവസം, ഇതൊക്കെ പറഞ്ഞ് നീട്ടുന്നതിന് പകരം എവിടെയാണോ ഇരിക്കുന്നത് അവിടെ തുടങ്ങുന്നവരായിരിക്കും ഗ്രോത്ത് മൈൻഡ് സെറ്റിലുള്ള ആൾക്കാർ. അല്ലെങ്കിൽ ഇന്ന സമയത്ത് തുടങ്ങിയാലാണ് എനിക്ക് ഇത്ര സമയം കിട്ടുക, അല്ലെങ്കിൽ ഇന്ന കാര്യം ഇന്ന ആളുടെ കൂടെ ചെയ്താലാണ് പെർഫെക്റ്റ് ആവുക, അല്ലെങ്കിൽ ഇന്ന വർഷം ആകുമ്പോഴേക്ക് ഇന്ന കാര്യത്തിൽ ഇത്രയും നോളജ് കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് ഈ കാര്യം തുടങ്ങാം എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് ഒരിക്കലും മാറ്റിവെക്കില്ല. ഏതവസ്ഥയിലാണോ ഉള്ളത് ആ ഒരു അവസ്ഥയെ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട്, ഏത് സിറ്റുവേഷനിലാണെങ്കിലും ആ ഒരു സിറ്റുവേഷൻ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ ആ ഒരു ലെവൽ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് അവിടെ തുടങ്ങും ഗ്രോത്ത് മൈൻഡ് സെറ്റിലുള്ള ആൾക്കാർ. വേറൊരു ചെറിയൊരു കാര്യം, എനിക്ക് ഒരിക്കലും പറ്റില്ല എന്ന് ഗ്രോത്ത് മൈൻഡ് സെറ്റിലുള്ള ഒരാളും പറയില്ല. ഗ്രോത്ത് മൈൻഡ് സെറ്റിലുള്ള ഒരാൾ എന്ത് കാര്യം ഇപ്പോൾ ആ ഒരു മൊമെൻറ്റിൽ ചെയ്യാൻ പറ്റാത്ത സംഗതിയാണെങ്കിൽ എനിക്കിപ്പോൾ ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ എനിക്കിപ്പോൾ അതിനെക്കുറിച്ച് അറിവില്ല എന്ന് മാത്രമേ പറയുള്ളൂ. ഇപ്പോൾ അതെൻ്റെ പരിധിയിലില്ല എന്ന് മാത്രമേ പറയുള്ളൂ. അവർക്കറിയാം അവർക്ക് വേണമെങ്കിൽ ഫ്യൂച്ചറിൽ അത് അവരുടെ പരിധിയിൽ കൊണ്ടുവരാം, അല്ലെങ്കിൽ ആ ഒരു വിഷയത്തിൽ എക്സ്പേർട്ട് ആവാം, അവർക്ക് വേണമെങ്കിൽ പഠിക്കാം.